വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെർഫെക്റ്റായി ഐബ്രോസ് ഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. അതോടൊപ്പം കുറച്ച് മേക്കപ്പ് ടിപ്സും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് പോവാം. ലെറ്റ്സ് വാച്ച്. അപ്പോൾ എൻ്റെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എല്ലാം കഴിഞ്ഞാണ്. അപ്പോൾ പ്രൈമറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ ലാക്മേ അബ്സൊല്യൂട്ടിൻ്റെ ബ്ലർ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമറാണ്. ഇത് ഞാൻ ഒരു ഷോപ്പിൽ കുറേ പർച്ചേസിങ് ഒക്കെ നടത്തിയപ്പോൾ അവർ ടെസ്റ്ററായിട്ട് നമുക്ക് തന്നു വിട്ടതാണ്. ഭയങ്കര മൂസ് ടെക്സ്ചറാണ് ഈ പ്രൈമറിൻ്റെ, ഭയങ്കര സോഫ്റ്റാണ്. ഈ പ്രൈമർ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറായി നമ്മുടെ ഫേസ്. നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൈറ്റ്നെസ്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഫൗണ്ടേഷനാണ്. മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ NC41 ആണ് എൻ്റെ സ്കിൻ കളർ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കളർ ബാറിൻ്റെ ഒരു അടിപൊളി ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഇത് നൈക്കിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. 199 രൂപയുള്ളൂ. നല്ല സോഫ്റ്റാണ്. ഇത് മാക്കിൻ്റെ കൺസീലറാണ്. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, കൺസീലർ ഇട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് നമ്മൾ പോവാണ്. ഐബ്രോ. എങ്ങനെ ഒരു ഐബ്രോ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്ന ടോപ്പിക്കിലേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് വാച്ച്. ഫസ്റ്റ് നമ്മൾ ഐബ്രോസ് ഒരു സ്പൂളി ബ്രഷ് വെച്ചിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഐബ്രോയുടെ താഴ്ഭാഗം ഒരു ആംഗുലർ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ഒരിക്കലും നമ്മൾ ഐബ്രോയുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് വെക്കരുത്. പതിയെ പതിയെ വേണം നമ്മൾ കളർ ഡെവലപ്പ് ചെയ്ത് വരാൻ. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോയുടെ എൻഡ് പോയിന്റിൽ നിന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്ത് വരാം. ഐബ്രോയുടെ എൻഡ് പോയിൻറ്റ് ഷെയ്ഡ് ചെയ്തതിൻ്റെ ബാക്കി പ്രോഡക്റ്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഷെയ്ഡ് ചെയ്യാനായിട്ട്. വേറെ എക്സ്ട്രാ പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഒരിക്കലും നമ്മൾ ഒരുപാട് ഡാർക്ക് ആക്കരുത്. കാരണം ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും നമുക്ക്. അതിനുശേഷം ഐബ്രോയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് നോസിൻ്റെ അതേ ലെവലിലാണോ എന്നൊരു ഓറഞ്ച് സ്റ്റിക്ക് വെച്ച് നോക്കുക. ഇനി ഐബ്രോസിൽ എവിടെയെങ്കിലും കളർ ഫില്ലാവാനുണ്ടെങ്കിൽ ജസ്റ്റ് ആംഗുലർ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ സ്കിൻ കളർ ഫൗണ്ടേഷൻ വെച്ച് ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയ ബ്യൂട്ടി സ്പോഞ്ച് വെച്ച് നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ഐബ്രോസ് റെഡി ആയി കഴിഞ്ഞു. പാക്കിൻ്റെ ഐബ്രോ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ഐബ്രോ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി മറ്റേതും കൂടി അങ്ങനെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ 2-3 ആംഗുലർ ബ്രഷുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താണ് ഞാൻ ഐബ്രോസ് ചെയ്യുന്നത്. അതെല്ലാം പാക്കിൻ്റെ ബ്രഷുകളാണ്. പാക്കിൻ്റെ എല്ലാ ബ്രഷുകളും അടിപൊളി ബ്രഷാണ്. എസ്പെഷ്യലി ആംഗുലർ ബ്രഷ് നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ബ്രഷാണിത്. ഇതിൽ ഒരു ബ്രഷിൻ്റെ അറ്റത്ത് ആംഗുലർ ബ്രഷും ഒരറ്റത്ത് സ്പൂളി ബ്രഷുമാണ്. സ്പൂളി ബ്രഷ് നമ്മൾ ഐബ്രോസൊക്കെ ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ മേക്കപ്പ് കിറ്റിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ബ്രഷാണ്. 2 ഐബ്രോയും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ എൻ്റെ ഐബ്രോസ് എഴുതാറ്. ഓക്കെ, എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ലതാണ്. ഈ ഡ്രസ്സിന് ചേരുന്ന എന്തെങ്കിലും ഒരു ഐഷാഡോ കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം അപ്ലൈ ചെയ്യാം. ഇതിനായിട്ട് ഞാൻ എൻ്റെ റെവല്യൂഷൻ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടൻ എന്ന ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ സ്മോക്കി പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ക്രീം ഓർ വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഐബ്രോസിൻ്റെ താഴെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് നമ്മുടെ ഐലിഡ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ എടുത്ത് ഐലിഡിൻ്റെ ഹാഫ് വരെ അപ്ലൈ ചെയ്യുന്നു. പിന്നെ അതൊരു ടെയിലാക്കി നീട്ടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഐലിഡിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളർ ആ ബ്രൗൺ കളറുമായിട്ട് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇനി അടുത്തായിട്ട് കുറച്ച് ഐജൽ അപ്ലൈ ചെയ്യാൻ പോകണം. മാക്കിൻ്റെ ഐജലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബ്ലാക്ക് ഐഷാഡോയുടെ മുകളിലായിട്ട് കുറച്ച് ഐജൽ എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് ഈ ഒരു ടിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമ്മുടെ ഐസിൻ്റെ ലോവർ വാട്ടർ ലൈനിൽ കുറച്ച് വൈറ്റ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ലോറിയലിൻ്റെ വോളിമിനസ് മസ്കാരയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
ഇന്നത്തെ നമ്മുടെ ഐ ലുക്ക് ഇതാണ്. അപ്പോൾ ഈ ഡ്രസ്സിന് ചേരുന്ന ഒരു സിമ്പിളായിട്ടൊരു ഐ ഷാഡോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വേറെ കൂടുതലൊന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക്, ഒരു ബ്രൗണും ബ്ലാക്കും വെച്ചൊരു സ്മോക്കി ചെയ്തു. അതുപോലെ തന്നെ അല്പം ഒന്ന് ടെയിൽ നീട്ടി വരച്ചു ഐ ഷാഡോ വെച്ച് തന്നെ. അതിൻ്റെ മുകളിൽ മാക്കിൻ്റെ ഐ ജെല്ലിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. ഇത്രയും നമ്മൾ ഈ ഐ ലുക്കിൽ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ലൊരു രസമുള്ളൊരു ഐ ഷാഡോ ലുക്കാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ഇതിന് ചേരുന്ന ഒരു ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ലുക്ക് അവസാനിപ്പിക്കുകയാണ്. മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണിത്. ഷെയ്ഡ് നമ്പർ 22 സ്മാഷ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. അപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നമുക്ക് ഈ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈമർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ച് നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് ചേരുന്ന ഒരു ആക്സസറീസ് നമുക്ക് ഇട്ട് നോക്കാം. അതിൻ്റെ ചെറിയൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ മേക്കപ്പ് ഞാൻ ഇന്ന് ചെയ്തത്. ഓക്കെ, എനിവേ നമുക്ക് ആക്സസറി ഇടാം. ഇതാണ് നമ്മുടെ ആക്സസറി. നൈനിറ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് അറൗണ്ട് ഒരു 110 രൂപ, വെറും 110 റുപ്പീസ് മാത്രമേ ഈ മാലയ്ക്ക് ആയിട്ടുള്ളൂ. അവിടെ ജുവല്ലറീസിനൊക്കെ ഭയങ്കര വില കുറവാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, എത്ര രൂപയെ ഈ മാലയ്ക്ക് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ കുറേ അധികം നെക്ലേസൊക്കെ വാങ്ങി. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ജീൻസ് അതുപോലുള്ള മോഡേൺ ഡ്രസ്സിനൊക്കെ കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു നെക്ലേസാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.